ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടെക്കും DIY ഒന്നുമില്ല. ഇന്നെന്റെ ഈ JBL ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സബ് വൂഫർ ഉണ്ട്. അത് അതിന്റെ പേപ്പർ അതിന്റെ കോയിൽ ഷോർട്ടായി പോയി. അപ്പൊ നമ്മള് ഇതൊന്ന് പൊളിച്ചെടുക്കാന്നുള്ളൊരു ഷോർട്ട് വീഡിയോ രാവിലെ ചെയ്തിരുന്നു. അപ്പൊ അതേപോലെ ഇതൊന്ന് പൊളിച്ചെടുക്കിയിട്ട് ഇത് എങ്ങനെയാ പോയത്, ഇതിന്റെ കോയിൽ എങ്ങനെയാ പോയത്, അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാ ഫിറ്റിംഗ്സ് എങ്ങനെയാന്നൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ പോലും കണ്ടിട്ടില്ല. അതൊന്ന് പൊളിച്ച് നോക്കിയിട്ട് അതെങ്ങനെയുണ്ട് നോക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ JBL 0, അതായത് 1200 വാട്ട്സ് എന്ന് പറയുന്ന JBL സബ് വൂഫർ. ഇതിപ്പോ സ്റ്റക്കാണ്. ഇപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോ അങ്ങോട്ട് കിട്ടുന്നില്ല, അതായത് സ്റ്റക്കായിപ്പോ ഇതിന്റെ സാധനം. ഇത് പേപ്പർ കോയിലൊക്കെ ചെയ്യാറുമ്പോ എനിക്കൊക്കെ പാടെ ആകെ മൂടൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് നന്നാക്കുന്നതിന് മുമ്പ് നമുക്കിത് കോയിൽ അയച്ചു നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്ത് പൊളിക്കാന്നൊക്കെയാ വിചാരിച്ചത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് നമ്മളിപ്പോ ഇത് അയച്ചെടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് നോക്കാം. ഇതിന്റെ കോയിൽ എങ്ങനെയുണ്ട്, ഇത് എങ്ങനെ ഫിറ്റിംഗ് എങ്ങനെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ അറിയണല്ലോ. നമുക്ക് ഇന്ന് വല്ല വർക്കിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരുന്ന അറിയണല്ലോ. അപ്പോ ഞാൻ ഇതിന്റെ ടെർമിനൽ ഇതൊക്കെ കൂടെ കൊടുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മോഡൽ നമ്പർ, ഇതിന്റെ മാഗ്നറ്റിന്റെ ഭാഗം. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഒറിജിനൽ സാധനമായിരുന്നു, നല്ല വർക്കിംഗ് ആയിരുന്നു. ഇതിന്റെ എയർ ഫിൽറ്ററാണ് ഇതിന്റെ. അപ്പോൾ നമുക്ക് ഈ സിറിഞ്ച് വെച്ച് ഞാൻ NC തിന്നർ ഇതിന്റെ സൈഡിൽ കൂടെ ആക്കിയിട്ടാണ് ഇത് ലൂസ് ആക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ NC തിന്നർ എന്ന് പറഞ്ഞ സാധനം കിട്ടും നമ്മൾ. അപ്പൊ ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഗമ്മുള്ളടത്ത് ആക്കി കൊടുത്താൽ ഈ ഗമ്മൊക്കെ ഇളകി കിട്ടും. ഒരുവിധം നമുക്ക് എല്ലാ ഗമ്മും ഞാൻ ഇത് വെച്ച് ഇളക്കി ഉപയോഗിക്കാറുണ്ട്. ഇത് മൊബൈല് ലാപ്ടോപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ടൂളാണ്. അപ്പോൾ സ്ക്രൂഡ്രൈവർ ഉണ്ടെങ്കിൽ സ്ക്രൂഡ്രൈവറോ ഡസ്റ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പേപ്പർ മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഊരി നോക്കാം. ഫസ്റ്റ് ബീഡിയും കിട്ടിയിട്ടുണ്ട്. ഇത് 4 പീസായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇത് ഒന്നാണ്. കുറച്ചുകൂടി തിന്നറാക്കേണ്ടി വരും. അപ്പം നമ്മൾ ആ പീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പേപ്പർ അയക്കാൻ വേണ്ടിയിട്ടും തന്നെ തിന്നറിൻ്റെ ബാക്കിയുള്ളത് ആ പേപ്പറിൻ്റെ സൈഡിൽ അയച്ചു നോക്കാം. പൊളിക്കണേനേക്കാട് റിങ്ക് അയക്കാൻ തോന്നിയപ്പോഴാണ് എനിക്കിങ്ങനെ അയക്കണം എന്ന് മൂട് വന്നത്. അപ്പോൾ അത് നമുക്ക് അയക്കുമ്പോൾ റിങ്ക് ആണല്ലോ, അതാ അതിൻ്റെ ഉള്ളിൽ എന്താ ഫിറ്റിങ്സ് എന്ന് അറിയാലോ. തിന്നർ ഇപ്പോൾ വർക്കിംഗ് ആണ്, ഇപ്പം നന്നായി പോരുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല, അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ ഒട്ടി നിൽക്കുന്നത്. പേപ്പർ ഒട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പേപ്പർ ഫുൾ ലൂസായി. ഈ പേപ്പറിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സറൗണ്ടൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ഫോമൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ സ്പൈഡർ ഇളക്കണം. സ്പൈഡർ എന്താ മനസ്സിലായോ? ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ വളഞ്ഞിരിക്കുന്ന ആ ബ്രൗൺ കളർ സാധനം, ഈ സാധനമാണ് സ്പൈഡർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആക്ഷൻ കൊടുക്കുന്നത്, സ്പീക്കറിന് ആ ഹോൾഡ് ചെയ്ത് പിടിച്ച് മേലോട്ടും താഴോട്ട് മൂവ് ആവാൻ. അപ്പോൾ അത് അതിപ്പോൾ ഞാൻ ഈ തിന്നർ ഉപയോഗിച്ച് തന്നെയാണ് പിന്നെ ഇന്ന് കുത്തിയൊക്കെ നോക്കാം. നല്ല ഹാർഡ് ഗമ്മാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് എറണാകുളത്തായിരിക്കുന്നു, അത്ര ഉറപ്പ് കണ്ട്.
ഇപ്പോൾ നടക്കൂല, നമ്മൾ കത്തി വെച്ച് കീറാം. അതിവിടെ പേപ്പർ പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ ഈ പേപ്പർ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇനിയൊന്നും നോക്കാനില്ല, വലിച്ച് പറിച്ച് കീറിയെടുക്കുന്നതിന് വലിച്ച് പറിച്ച് കീറിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്പൈഡറാണ് മുറിച്ചാട്ടെ. പോരുന്നില്ല മോനെ, പോരുന്നില്ല. വലിച്ചിട്ടൊന്നും പോരുന്നില്ല, വിചാരിച്ച പോലെ ഒന്നുമല്ല. ഇപ്പോഴത്തെയോ പിടുത്തം ഉണ്ടായിക്കല്ലോ. തൽക്കാലം പിടിച്ച് വലിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പേപ്പർ ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇതാണ് നമ്മളെ JBL 1200 നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സബ്വൂഫർ. പേപ്പറൊക്കെ ടോണായി പോയിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഈ കത്തിയ കോയിൽ. നല്ല കരിക്കട്ടായിട്ടുണ്ട്. സ്ട്രോങ് സ്പൈഡറിന് ഓണിലാണ് ഈ കോയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടോ? അത് ശരിക്കും അതിൻ്റെ പ്രേമിൽ എങ്ങനെ ഉറച്ച് നിൽക്കുന്നത് ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത് ഈ ഡസ്റ്റ് ക്യാപ്പ് ഇത് അങ്ങോട്ട് അയക്കാം. തിന്നർ ഒഴിച്ച് നോക്കാം. ചിലപ്പോൾ പൊട്ടിച്ചാൽ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. കിട്ടുന്നില്ല ഭായി, ഒരു രക്ഷയില്ല. കട്ടിങ്, നമുക്ക് കട്ടിങ് തന്നെ നടക്കുള്ളൂ. അങ്ങനെ 1200 JBL 1200 വാട്ട്സിന്റെ ഡസ്റ്റ് ക്യാപ്പ് നമ്മളെ കയ്യിലുണ്ട്. ഇതാണ് ഇതിൻ്റെ കോയിലിൻ്റെ ഏരിയ. അപ്പോൾ കോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കരിഞ്ഞു പോയ കോയിലാണ്. അപ്പോൾ നമുക്കിത് ഊരാൻ കിട്ടാൻ ഒരു സാധ്യത കാണുന്നില്ല. നല്ല സ്ട്രോങ് ആണ്. എറാൾഡൈറ്റ് പോലെ എന്തോ ഒരു സ്ട്രോങ് സാധനം കൊണ്ട് അത് സെറ്റ് ചെയ്തില്ല. അത് പേപ്പറും പൊളിഞ്ഞിട്ടിനി. അപ്പോൾ അതിൻ്റെ കൂടെ പേപ്പറും പൊളിഞ്ഞിട്ടിനി. അപ്പം അത് സമാധാനമായി. ഇനി ഈ കോയിൽ നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് 2 ഇഞ്ച് കോയിലാണ് ഇവിടെ കാണുന്നത്. 2 ഇഞ്ച് വീതിയുള്ള കോയിലാണ്. അതുപോലെ തന്നെ ഇത് 1 ഇഞ്ച് ഹൈറ്റിലും, അതായത് 1 ഇഞ്ചിലും 2 ഇഞ്ചിലാണ് ഈ കോയിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ കോയിൽ അയക്കുകയാണെങ്കിൽ ഇവിടെ ഈ ജമ്പിങ് വയർ എന്താ പല വയറിലും പറയുന്നത്, അതായത് ഈ കണക്ഷനില്ലേ ഈ വരുന്നത്. അപ്പോൾ ജമ്പിങ് വയർ ഇവിടെ കണക്ട് ചെയ്തിട്ട് ആ ജമ്പിങ് വയറിലേക്കാണ് ഈ കോയിലിൻ്റെ കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ എന്താ ജമ്പർ വയർ അങ്ങനെ എന്തോ ആണ് സ്പീക്കറിന് പറയുന്നത് തോന്നുന്നു. ഞാൻ പല പേരിലും നമ്മൾ ജമ്പർ വയർ എന്ന് പറഞ്ഞാൽ അവിടെ വാങ്ങി കിട്ടും. ഇതും ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല സ്ട്രോങ്ങിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എത്ര സ്ട്രോങ് ആയാലും ഇപ്പോൾ കോയിൽ പോയി കിട്ടി, പേപ്പറും പോയി കിട്ടി, അങ്ങനെ അത് തുഞ്ചി കിട്ടി. ഇനി കോയിൽ എത്ര നീളമുണ്ട്, എത്ര അളവുണ്ട് എന്നൊന്ന് വലിച്ചു പറിച്ച് നോക്കാം. മൊത്തം അയച്ചെടുത്തിട്ട് എത്ര ഉണ്ട് നോക്കാം. സാധാരണ ഒരു സ്പീക്കർ കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു വിരലുകൊണ്ട് ഞെക്കിയെടുക്കാനേ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മളെ 8 ഇഞ്ചൊക്കെ ഊഫറിൻ്റെ ഒക്കെ 12 ഇഞ്ച് ഊഫറായാലും ഏകദേശമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എത്ര ഉണ്ട് നോക്കിയാൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലാത്ത ഒരുപാട് സാധനം ഉണ്ട് മോനെ. കണ്ടങ്ങൾ കത്തിക്കരിഞ്ഞ വാസനയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം തീരും തോന്നില്ല. അതാ ഇത് ഒടിഞ്ഞ കൈയൊക്കെ പാടെ ഈ കമ്പി കുടുങ്ങിയിട്ട് പിന്നെ ഒടിയാഞ്ഞാൽ മതി. നമ്മളെ കോയിൽ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടറിയാം ഏകദേശം ഒരു ട്രാൻസ്ഫോമറിലൊക്കെ വരുന്ന ഒരു 12 വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ സെക്കൻഡറിയിൽ വരുന്ന അത്രയും കോയിൽ ഈ ഇതിലുണ്ട്. ഈ സബ്വൂഫറിന്റെ
കോയിലുണ്ട് JBL സബ്വൂഫറിൻ്റെ. കണ്ടങ്ങൾ നല്ല ഇടിവിട്ട് കാണാം. ഇത്രയൊന്നും ഇതിൻ്റെ നല്ലൊരു ഭാഗം ഉണ്ടാവില്ല നമ്മൾ സാധാരണ നമ്മളെ ചൈനേൻ്റെ ഒക്കെ ലോക്കൽ സബ്വൂഫറിൽ. ഞാൻ വേറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ വോയിസ് കോയിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം സാധാരണ എൻ്റെ അറിവിൽ ഒരു മെറ്റൽ റിങ് ഉണ്ടാവുക. ഇതിപ്പോൾ എന്തോ ഒരു തരം പ്ലാസ്റ്റിക് പോലെ ഒരു സാധനം കാണുന്നത്. അപ്പം ഇനി ഇത് നമുക്ക് ഈ മാഗ്നറ്റ് നയിക്കാൻ കിട്ടുമോ നോക്കാം. പ്രതീക്ഷിച്ച പോലുള്ള സ്ക്രൂ അല്ല, സ്ക്രൂ ത്രെഡ് വരെ ഒട്ടിച്ച അവസ്ഥ കാണുന്നു. കണ്ടോ, സ്ക്രൂ പൊട്ടിയതൊന്നല്ല, അത്രയും നീളമുള്ള സ്ക്രൂ. ത്രെഡ് ലോക്കായിട്ട് അടിച്ചു കൊടുത്തിട്ടാണ് ഊരാൻ കിട്ടുന്നത്. സ്ക്രൂ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തട്ടി നോക്കാം. അത് മാറ്റ് എന്തായാലും ഒട്ടി നിൽക്കുമ്പോൾ എടുക്കാൻ കിട്ടില്ല, ചെറിയ ഗമ്മും ഉണ്ടാവും. തട്ടി നോക്കിയാൽ തട്ടിയേറ്റ് മുട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതങ്ങനെയൊന്നും വരുന്ന സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കിട്ടൂല എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനോട് കാര്യമില്ല. നമുക്ക് വേറെ പേപ്പറൊക്കെ വെക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഫിൽറ്റർ കാണാം. ആ നെറ്റ് പോലെ സാധനമാണ് അതിൻ്റെ ഫിൽറ്റർ. ഇതാ സ്പൈഡറിൻ്റെ ബാക്കി കഷ്ണമാണ് നേരത്തെ മുറിച്ചെടുത്തതിൻ്റെ. ഇപ്പോൾ JBL കട്ട് ഡൗൺ എന്ന് പറയുന്നത് ഏകദേശം എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇതിൽ ഏറ്റവും സംഭവമായത് ഈ കോയിലാണ്. ഇത്രയും കോയിൽ ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബാക്കിയൊക്കെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയൊക്കെ ഉള്ളൂ. ഇത്രയും ഗേജിൽ ഇത്ര തോനെ കോയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായില്ല. പിന്നെ ഈ ഫ്രെയിം ഞാനിപ്പോൾ എന്തായാലും നശിപ്പിക്കാൻ ഉദ്ദേശിക്കില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് സാധാരണ ഓഫറോ സ്പീക്കറോ സെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കിയിട്ട് അതിന് പറ്റിയ കോയിലും വെച്ചിട്ടേ നമുക്ക് ചെയ്യുന്ന ഒന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഡെഡ് ഞാൻ പേപ്പർ ചെയ്യാനൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. നമുക്കതൊന്നും പഠിക്കാനും ഒരു അവസരമായി. അപ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ടിപ്സ് ട്രിക്സ് ഒക്കെ മലയാളത്തിൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.